അപ്പോൾ ഇതാണ് നമ്മുടെ വട്ടവട. വട്ടവട വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാരെങ്കിലും കാണാത്ത ഒരുപാട് നല്ല കാഴ്ചകളുണ്ട്. അതിൽ പ്രധാനമായും ഈ ഗ്രാൻഡിസ് എന്ന് പറയുന്ന മരം പെട്ടെന്ന് വളരുന്ന മരമാണ്. പേപ്പർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരങ്ങളാണ്. ഇതിൻ്റെ പൾപ്പ് അരച്ചിട്ടാണ് പേപ്പർ ഉണ്ടാക്കുക. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ്. കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്കറിയാം, ഇടുക്കി ജില്ലയിലൂടെയുള്ള യാത്രകൾ നമ്മൾ തുടരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വട്ടവടയിലാണ്. വട്ടവട എന്ന് പറയുന്നത് തമിഴ്നാടിനോട് ചേർന്നുള്ള കേരളത്തിൻ്റെ ഒരു അതിർത്തി ഗ്രാമമാണ്. അപ്പോൾ വട്ടവടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വട്ടവടയെക്കുറിച്ചൊക്കെ കൂടുതലായിട്ടും നിങ്ങൾക്കറിയാം, ശീതകാല പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന ഒരിടം കൂടിയാണ്. ഒരുപാട് കൃഷികൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് സ്ട്രോബെറിയൊക്കെ ധാരാളമായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ എൻ്റെ പുറകിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീടുകൾ കാണാം. വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ആ ഒരു മലഞ്ചെരുവിൻ്റെ താഴ്വാരത്തൊക്കെ ആയിട്ട് നിൽക്കുന്ന വീടുകൾ കാണാനായിട്ട് ഒരു പ്രത്യേക ഫീലാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കൃഷി സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ടെറസ് ഫീൽഡ് ഫാമിംഗ് ആണ്. അതായത് മലഞ്ചെരുവുകളിൽ തട്ടായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാങ്കുളത്തു നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മൂന്നാറിലേക്ക് വരികയും മൂന്നാറിൽ നിന്ന് വട്ടവടയിൽ വന്ന് വട്ടവടയിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് സുഭാഷിൻ്റെ വീട്ടിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. അപ്പോൾ സുഭാഷിനെ പരിചയപ്പെടാം. ഇന്നിപ്പം പുള്ളി എന്തോ തിരക്കൊക്കെ ആയിട്ട് നടക്കുകയാണ്. സുഭാഷ് തിരക്കായതുകൊണ്ട് സുഭാഷിൻ്റെ ബ്രദർ നമ്മോടൊപ്പം ഈ ഒരു യാത്രയിൽ പങ്കുചേരുന്നതാണ്. അപ്പോൾ അദ്ദേഹം നമ്മളെ കുറേ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സുഭാഷിൻ്റെ ബ്രദറിനെയും കൂട്ടിയിട്ട് നമുക്ക് ഈ വട്ടവടയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇടുക്കി ജില്ലയിലെ വട്ടവടയിൽ നിന്ന് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സുഭാഷ് ബ്രോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പരിപാടികൾ ഇന്ന്? പരിപാടികൾ ഇപ്പോൾ ഞാനിച്ചിരി തിരക്കാണ്. ഇപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രദറിനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബ്രദറെ നമ്മൾ അങ്ങോട്ട് വിടുന്നുണ്ട്. കൂടെ അവൻ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് പറഞ്ഞു തരുന്നെല്ലാം വിശദീകരിച്ച് തരും. ഓക്കെ, താങ്ക് യു. ഓക്കെ. സാറേ, അപ്പം പോവല്ലേ? നമ്മുടെ ജീപ്പ് റെഡി ആയിട്ടുണ്ടല്ലേ? ജീപ്പ് റെഡിയായി. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ സാരഥി. അപ്പോൾ നമ്മുടെ സുഭാഷിൻ്റെ ബ്രദറാണ് നമ്മളെ ഇന്ന് ഇവിടേക്ക് ഒന്ന് കറക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അരുൾ എന്നാണ്. ഇതാണ് അരുൾ. നമസ്കാരം. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഇവിടെ കൃഷിയായിട്ടൊക്കെ പോകുന്നു. ഫാം, പിന്നെ ടെൻസ്റ്റ് അങ്ങനത്തെ. നേരത്തെ എന്തോ സിവിൽ സർവീസ് കോച്ചിങ് അല്ലേ? പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ഓ, ഗവൺമെന്റ് എംഎ ചെയ്തത്. അത് ശരി. ഏതാണ്? റൂറൽ ഡെവലപ്മെന്റ്. അത് ശരി. കൊള്ളാലോ. അപ്പോൾ കുറേ നാൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഒരു 7-8 വർഷം ഉണ്ടായിരുന്നു അവിടെ. പഠനമൊക്കെ അവിടെ തന്നെയായിരുന്നു. ഇപ്പോഴും സിവിൽ സർവീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലേ? പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലേ? ഇപ്പോൾ വീട്ടിൽ നിന്നാണ്? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാറിയപ്പം? ഏതാ, കേരള സ്റ്റേറ്റിനാണോ? കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമിയിലായിരുന്നു. ഓ, അവിടെയായിരുന്നു അല്ലേ? ഓക്കെ. ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇന്ന് നമ്മൾ ഒരു വാട്ടർഫോൾ, ഇവിടെ ലോക്കൽ സെൻസിന്. ഓ, ആയിക്കോട്ടെ. അത്യാവശ്യം കാണാനുണ്ട്. ഇവിടെ കൃഷി സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല? കൃഷി സ്ഥലങ്ങളൊക്കെ കാണാം, എല്ലാം കാണാൻ പോകുന്ന വഴിക്കല്ലേ? ഫുള്ള് കൃഷിയാണല്ലോ ഇവിടെ ചെന്നാലും കൃഷിയാണ്. അതെ. ശരി. അപ്പം യാത്ര ആരംഭിക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു യാത്രയുടെ ഉദ്ദേശം ഈ വട്ടവട ഗ്രാമത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുമൊക്കെ ഒന്ന് ചുറ്റി സഞ്ചരിച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമ്മൾ വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന വഴിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ മുന്നോട്ട് വന്ന് ഏതാണ്ടൊരു ഉയരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിച്ചു. താഴെ വട്ടവട ഗ്രാമത്തിൻ്റെ ഭംഗിയുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മളിവിടെ ഒന്ന് നിന്നു ഈ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തി മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അരുളിനോട് ഈ വട്ടവടയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. അപ്പോൾ അരുൾ, നമ്മൾ ഈ ഒരു ദൂരെ കാണുന്നുണ്ടല്ലോ കുറേ കാഴ്ചകൾ, ഒരു മനോഹരമായിട്ടുള്ള നിങ്ങളുടെ ഗ്രാമം. അപ്പോൾ ഇത് നമ്മൾ പുറപ്പെട്ട സ്ഥലം തന്നെയാണോ? അത് നമ്മൾ പുറപ്പെട്ടത് നമ്മുടെ വീട്ടിൽ നിന്നല്ലേ? കുറച്ച് കയറുമ്പോൾ വട്ടവട, ഇതാണ് പ്രോപ്പർ വട്ടവട എന്നൊരു വില്ലേജ്. ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് ഈ റൗണ്ട് ഇത് ഒരു 100 കുടുംബങ്ങളുണ്ട്. 2-3 സെറ്റിൽമെന്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതൊരു കോളനി, അതൊരു കോളനി. ഇതാണ് ആക്ച്വൽ വട്ടവട. അല്ല, ആ ഒരു ഭാഗത്ത് ഒരുപാട് വീടുകൾ ക്ലസ്റ്റർ ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ. അത് കോവിലൂർ എന്നൊരു വില്ലേജ്. വട്ടവട ആക്ച്വലി ഈ ഭാഗം നമ്മൾ ആ ദൂരെ കാണുന്നത് കോവിലൂർ. അതപ്പോ രണ്ട് വില്ലേജാണ്. പക്ഷെ വട്ടവട പഞ്ചായത്ത് എന്ന് പറഞ്ഞ ഒന്നാണ്. ഇത് എത്ര എല്ലാം ചേർന്നത്. ഓ, അത് ശരിയാണ്.
അപ്പോൾ ഈ വട്ടവട എന്ന പഞ്ചായത്തിൽ എത്ര ഗ്രാമങ്ങളുണ്ട്? കോവിലൂർ, വട്ടവട, ചെലന്തിയാറ്, പഴത്തോട്ടം, കടവരി, കൊട്ടാക്കുംപൂർ, ഒരു 6 ഗ്രാമങ്ങളുണ്ട്. ഇനിയിപ്പോൾ അറിയാനുള്ളൊരു കാര്യം, നമ്മൾ നല്ല സുഖകരമായൊരു അന്തരീക്ഷമാണല്ലോ നമ്മുടെ ഈ ഭാഗത്ത്, എപ്പോഴും തണുപ്പ്. ഞാൻ തന്നെ ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വട്ടവടയുടെ ഈ ഒരു ഭാഗത്ത് പിന്നെ നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിലാണ് ഈ ഭാഗം? ഒരു 5400 ഫീറ്റ് ഹൈറ്റ് ഉണ്ടാവും, എബോവ് സീ ലെവൽ അല്ലേ? പിന്നെ അപ്പോൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? ഒരു തണുപ്പ് സമയത്ത് ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? കറക്റ്റ് ഒരു ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ ടൈം വിന്റർ ടൈം ആയിരുന്നു. ആ സമയത്ത് ഒരു -4 ഡിഗ്രി വരെ പോകും. -4 ഡിഗ്രി. അത് ശരി. പിന്നെ ചൂട് എന്ന് പറഞ്ഞാൽ ഒരു സമ്മറിൽ ഒരു 30 മാക്സിമം 30 വരെ. എന്നാലും അതൊരു നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല. അത് നമ്മൾ വേർക്കത്തൊന്നുമില്ല. ഇല്ല. ഹ്യൂമിഡിറ്റി പറഞ്ഞ പോലെ ഹ്യൂമിഡിറ്റി കുറവും. അപ്പോൾ അടുത്ത എനിക്ക് അറിയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു പ്രദേശത്ത് നിങ്ങളുടെ ഈ വട്ടവട പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ 6 ഗ്രാമങ്ങളിൽ മൊത്തത്തിൽ എത്ര ജനസംഖ്യ ഉണ്ടാവും? ഓൾമോസ്റ്റ് ഒരു 8000 ജനസംഖ്യ ഉണ്ടാവും. 8000 ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട്. നമുക്ക് എന്തായാലും ഒരു ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല, ഡേറ്റ അല്ലേ, അത് മാറിയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ജനങ്ങളുടെയൊക്കെ എന്താണ് തൊഴിൽ, ഉപജീവനം എന്താണ്? എല്ലാവർക്കും കൃഷിയാണ്. എല്ലാവർക്കും സ്വന്തം തോട്ടങ്ങളുണ്ട്, സ്വന്തം പ്രോപ്പർട്ടി ഉണ്ട്, അതിൽ തന്നെ കൃഷി ചെയ്യാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഇവർ തന്നെ കൃഷി ചെയ്യും, അത് തന്നെ യൂസ് ചെയ്യാം, പിന്നെ സെയിൽ ചെയ്യും. ഇത് തന്നെ കൃഷി തന്നെയാണ് വരുമാന മാർഗ്ഗം. അപ്പോൾ ഈ കൃഷിയുടെ മാർക്കറ്റിംഗ് എങ്ങനെയാണ്? അത് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ ഈ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കുമോ, അതോ പുറത്തോട്ടൊക്കെ അത് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുമോ? ഇത് ഫുള്ളും വിനോദസഞ്ചാരി മേടിക്കാൻ പറ്റില്ല, കാരണം ഒരുപാടുണ്ട് പ്രൊഡക്ഷൻ. അതുകൊണ്ട് തന്നെ ഹോൾസെയിലായിട്ട് തമിഴ്നാടാണ് കൂടുതൽ പോകുന്നത്. മധുര, തിണ്ടുക്കൽ, ആ ഏരിയ തമിഴ്നാട് ഭാഗമാണ് പോകുന്നത്. അവിടെ നിന്നാണ് പിന്നെ കേരളത്തിലേക്ക് പിന്നെയും വരുന്നത്. കേരളത്തിലേക്ക് ചുരുക്കം വെജിറ്റബിൾസ് മാത്രമേ കേരളത്തിലേക്ക് പോകുന്നുള്ളൂ. ബാക്കി വിനോദസഞ്ചാരികൾ വരുന്ന പോലെ ടൂറിസ്റ്റ് വരുന്നത് കുറച്ച് മാത്രം. ഒരു ഏരിയ വെജിറ്റബിൾസ് മേടിക്കും, ആക്സസിബിൾ ഉള്ള സ്ഥലത്ത് മാത്രം. ബാക്കി ഉള്ള ഏരിയയിലൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ പൊതുവെ തണുപ്പുള്ള ഒരു പ്രദേശമായതുകൊണ്ട് വിന്റർ വെജിറ്റബിൾസ് ആയിരിക്കുമല്ലോ ഇവിടെ കൃഷി ചെയ്യുന്നത്. അപ്പൊ എന്തെല്ലാം തരം വെജിറ്റബിൾസ് ആണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? ക്യാരറ്റ്, ക്യാബേജ്, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, ബീൻസ്, ബീട്രൂട്ട്, ബ്രക്കോളി, തക്കാളി, മുളക്, അതൊക്കെ ഉണ്ട്. പിന്നെ സ്ട്രോബെറി, പ്ലം, ഓറഞ്ച്, സബർജല്, പേരയ്ക്ക, ഇതുപോലത്തെ ഫ്രൂട്ട്സും. അപ്പോൾ ഇത്രയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് കിട്ടുന്ന ഈ റോ മെറ്റീരിയൽസ്, വെജിറ്റബിൾസ് ആണല്ലോ ഇവിടുത്തെ റോ മെറ്റീരിയൽ. ഈ റോ മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങളുടെ വട്ടവടക്കാർ എന്തെങ്കിലും ഒരു പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ടോ? പൊതുവേ വെജിറ്റബിൾസ് വെച്ചിട്ട് പ്രോഡക്ട്സ് ഒന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല. അങ്ങനെ കമ്പനീസോ അങ്ങനെ ഫാക്ടറീസോ ഒന്നുമില്ല. പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ജാമും വൈനും മാത്രം ഉണ്ടാവും, സ്ട്രോബെറിയുടെ മാത്രം. അത് നമുക്ക് കൂടുതൽ പെരിഷബിൾ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. വേറെ ഒന്നും ഓപ്ഷൻ ഇല്ല. ബാക്കിയെല്ലാം റോ മെറ്റീരിയൽസ് ആയി തന്നെ പോവാം. ചിപ്സോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ആക്കുന്നില്ല. പൊതുവെ നിങ്ങൾ ഈ സ്ട്രോബെറി വെച്ചിട്ടുള്ള ജാം, സ്ട്രോബെറി വെച്ചിട്ടുള്ള വൈന്, ഇതൊക്കെയാണ് പാഷൻ ഫ്രൂട്ടിന്റെ ജാം. ഇതൊക്കെയാണ് വേണമെങ്കിൽ അത് സ്ക്വാഷും ഉണ്ടാക്കാം. ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഫ്രൂട്ട്സ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന ബൈ പ്രോഡക്ട്സ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചുകൂടെ മുന്നോട്ട് പോവാം. അപ്പോൾ കുറച്ചുകൂടെ കാഴ്ച കാണുമ്പോൾ ഇതേപോലെയുള്ള നല്ല മനോഹരമായ കാഴ്ചകൾ കാണാമല്ലോ. വാട്ടർഫോൾ ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പോയി കണ്ടുവരാം. അപ്പോൾ ഓരോ സ്ഥലത്ത് നമുക്ക് ഇതേപോലെ കുറച്ച് നേരം നിൽക്കുമ്പോൾ നമുക്ക് ഞാൻ അരുളിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ശരി. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി ദൂരം മുന്നോട്ട് വന്ന് മറ്റൊരു സ്ഥലത്ത് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ എന്താണ് മെയിനായിട്ടുള്ളത്? ഇത് ഇവിടുത്തെ വട്ടവട ലോക്കൽ വാട്ടർഫോൾ. ഒരു 100 മീറ്റർ ഉള്ളൂ, 100 മീറ്റർ ഉള്ളൂ, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ അല്ലേ? ഓ ശരി. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന വഴി ആയതുകൊണ്ട് ഇവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, എന്നാൽ പിന്നെ ഇതുകൂടെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കണ്ടിട്ട് പോകാം. ഒരുപാട് വാട്ടർഫോൾസ് നമ്മൾ കഴിഞ്ഞ യാത്രയിലൊക്കെ കണ്ടിരുന്നു. വട്ടവട വന്നിട്ട് ഒരു വാട്ടർഫോൾ കണ്ടില്ല, മോശമല്ലേ? അപ്പോൾ എന്തായാലും അതൊന്ന് കാണാം. ഇന്നിപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം മഴക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പൊതുവെ എങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥയെ കുറിച്ച് ചോദിച്ചാൽ? കാലാവസ്ഥ മിക്കവാറും മഴയൊക്കെ ഉണ്ടാവും. നമ്മുടെ കൃഷിയൊക്കെ മഴയെ ആശ്രയിച്ചല്ലേ ചെയ്യുന്നത്. ഓ, തമിഴ്നാട് പോലെ തന്നെ. ഓ, അവിടെ ഇറിഗേഷൻ ഫെസിലിറ്റി അത്രയില്ല, ഉണ്ട്, എന്നാലും മഴയാണ് ആശ്രയിച്ച് കൃഷി ചെയ്യുന്നത്. അപ്പോൾ മിക്കവാറും മഴ ഉണ്ടാവും. അപ്പോൾ ഈ ക്യാരറ്റ് ഒക്കെ മഴ ആശ്രയിച്ച് തന്നെയാണ്. സ്ട്രോബെറി ആണെങ്കിലോ? സ്ട്രോബെറിക്ക് മാത്രമേ പ്രത്യേകത, മഴ വേണ്ട, അതുകൊണ്ടാണ് വിന്റർ ടൈമിൽ ചെയ്യുന്നത്. ഓ ശരി 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 ശരി. ആ സമയത്ത് മഴയില്ല, തണുപ്പ് മാത്രമേ ഉള്ളൂ. എന്നാലും മഴ പെയ്താലും കുഴപ്പമൊന്നും വരില്ല. മഴ പെയ്താൽ കുറച്ച് ഡാമേജ് വരും, അതുകൊണ്ടാണ് ആ സമയത്ത് ചെയ്യുന്നത്.
സ്ട്രോബെറിക്ക് മാത്രം. മീൻസ് ഇപ്പൊ നമ്മളിപ്പോ വിന്റർ ടൈമിൽ ഇപ്പൊ മഴ പെയ്തെന്ന് വിചാരിക്കുക, ആ. അപ്പൊ ഇതിന് സ്ട്രോബെറിക്ക് വേറെ എന്തെങ്കിലും വലിയ കുഴപ്പം വരത്തില്ല അല്ലേ? കൃഷി അങ്ങനെ അങ്ങനെ ബാധിക്കില്ല. ഇല്ല ഇല്ല. എന്തായാലും 2 മൺസൂൺ മഴ പെയ്യും ഇവിടെ. സൗത്ത് വെസ്റ്റ് ആയാലും നോർത്ത് ഈസ്റ്റ് ആയാലും മഴ പെയ്യും. മഴ പെയ്യും. ഓ ശരി ശരി. അപ്പോൾ എന്തായാലും ഇനി വാട്ടർഫോൾ പോയി കാണാം. ഓക്കെ. യെസ്. അപ്പോൾ എന്തായാലും കുറച്ച് കുത്തനെയുള്ള ഇറക്കം ഇറങ്ങണം. ചെറിയ സ്ലോപ്പാണ്. ചെറിയൊരു സ്ലോപ്പ് അല്ലേ? കുഴപ്പമില്ല. കുഴപ്പമില്ല, ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടെ മാത്രമേ ഉള്ളൂ, പിന്നെ നിരപ്പാ. ആ ഒരു കനാലൊക്കെ ഒഴുകുന്നുണ്ടല്ലോ. ആ സൈഡിൽ കൂടെ പോകണം. അത് വാട്ടർഫോളിലെ വെള്ളമാണ്. ശരി. ഇത് ഇറിഗേഷനും പോകുന്നുണ്ട് താഴോട്ട്. ഇറിഗേഷൻ പോകുന്നുണ്ടല്ലേ? അപ്പോൾ കൃഷിയിടങ്ങളിലേക്ക് പോകുന്നൊരു പ്രധാന ഒരു ജലസ്രോതസ്സും കൂടിയാണ് അല്ലേ? അതെ അതെ. ഓഹോ. അപ്പോൾ എന്തായാലും ഇനി ഇങ്ങനെ അങ്ങ് പോകണം. കനാല് പിടിച്ചങ്ങ് പോയാൽ വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തും എന്നാണ് പറയുന്നത്. അതെ അതെ. ഓക്കെ, എന്നാൽ പോയി നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ 100 മീറ്ററോളം നടന്ന് നമ്മുടെ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കുത്തനെയുള്ളൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇപ്പോൾ മഴയുടെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം മുകളിൽ നിന്ന് ഒഴുകി വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. സാറും അരുളും കൂടെ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അടുത്തേക്ക് പോകാം. അടുത്തേക്ക് പോയിട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാം. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. നല്ല ശബ്ദം വെള്ളം ഒഴുകുന്നതിൻ്റെ, അതുകൊണ്ടാണ് അവിടെ നിന്നൊന്നും പറയാതിരുന്നത്. അത്യാവശ്യം നല്ല ഉയരത്തിൽ നിന്നാണ് ആ ഒരു വെള്ളം താഴേക്ക് ഒഴുകി വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അവിടെ നിന്ന് കാണാനുള്ള ഒരു പ്രത്യേക സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കനാലിൻ്റെ ഭാഗമായിട്ടാണ് അവരത് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും സന്ദർശകരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ആ ഒരു വെള്ളച്ചാട്ടം ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ കുളിക്കാനൊക്കെ പറ്റുമെന്നാണ് നമ്മുടെ അരുൾ ബ്രോ പറഞ്ഞത്. അപ്പം അത്യാവശ്യം ആൾക്കാർക്ക് അവിടെ പോയാൽ വെള്ളച്ചാട്ടത്തിൽ അത്യാവശ്യം കുളിക്കാനൊക്കെ സാധിക്കുന്നതാണ്. എന്തായാലും നമ്മൾ അങ്ങോട്ട് നടന്നു പോയത് നഷ്ടമായില്ല. അരുൾ ബ്രോ പറഞ്ഞതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വട്ടവടയിലെ ഒരു വെള്ളച്ചാട്ടമാണ്. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് പോകും എന്ന് പറഞ്ഞത് നന്നായി കേട്ടോ. നല്ലൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഒരുപാട് ആൾക്കാർ ഈ ഒരു വെള്ളച്ചാട്ടം കാണാനൊക്കെ ആയിട്ട് വന്നും പോയൊക്കെ നിൽപ്പുണ്ട്. കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും നമ്മളും ഈ പറഞ്ഞ രീതിയിൽ അത്യാവശ്യം കുറേ വീഡിയോസും എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. ആ വെള്ളച്ചാട്ടത്തിൽ നിന്നൊക്കെ കുറച്ചുകൂടെ മുന്നോട്ട് സഞ്ചരിച്ച് ഇപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതൊരു വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ പേര് പഴത്തോട്ടം വ്യൂ പോയിൻ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് എൻ്റെ വലതുഭാഗത്തായിട്ട് അതിമനോഹരമായിട്ടുള്ള കാഴ്ച കാണാം. താഴെ ഒരു താഴ്വാരമാണ്. നമ്മളൊരു മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വട്ടവട ഭാഗത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങ് വിദൂരതയിൽ നമുക്ക് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊടൈ മലനിരകൾ കാണാൻ സാധിക്കും. ഈ കൊടൈ മലനിരകളുടെ മുകൾ ഭാഗങ്ങളിൽ നാച്ചുറലായിട്ടുള്ള ഫോറസ്റ്റാണ്. പിന്നെ ഈ മലഞ്ചെരുവുകളിൽ ഗ്രാൻഡിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരത്തിൻ്റെ പ്ലാന്റേഷൻസ് ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗ്രാൻഡിസ് മനുഷ്യർ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഈ മലഞ്ചെരുവുകളെല്ലാം തന്നെ സ്വകാര്യ ഭൂമിയാണ്. ഈ ഗ്രാൻഡിസ് എന്ന് പറയുന്ന മരം പെട്ടെന്ന് വളരുന്ന മരമാണ്. പേപ്പർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരങ്ങളാണ്. ഇതിൻ്റെ പൾപ്പ് അരച്ചിട്ടാണ് പേപ്പർ ഉണ്ടാക്കുക. പിന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ ധാരാളം റിസോർട്ടുകളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ കൃഷിയിടങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, ബീൻസ്, ഇങ്ങനെ ധാരാളം ഇവിടെ കൃഷി ചെയ്യുന്ന വെജിറ്റബിൾസ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. പിന്നീട് മനോഹരമായിട്ടുള്ള വീടുകളുടെ ഒരു ക്ലസ്റ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ എന്തുകൊണ്ടും അതിമനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് ഇതിവിടെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ വട്ടവടയുടെ കുറച്ച് ചരിത്രമൊക്കെ നമുക്ക് അരുളിനോട് ചോദിക്കാം. ഈ വട്ടവടയ്ക്ക് ഒരു ചരിത്രമുണ്ട്, അതെന്താണെന്ന് അരുളിനോട് നമുക്ക് ചോദിക്കാം. അപ്പോൾ അരുളേ, നമ്മൾ വരുന്ന വഴി അരുൾ വട്ടവടയുടെ കുറേ ചരിത്രമൊക്കെ പഴയ ചരിത്രം ഒക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന നമ്മുടെ കൂട്ടുകാർക്കായിട്ട് അരുൾ അതൊന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ നന്നായിരുന്നു. വട്ടവടയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ബേസ്ഡാണ്. അവർ ഒരു മറ്റേ മധുരയിൽ കണ്ണകി, ചേരചോളപ്പാണ്ടി ആ ഒരു ടൈം പീരീഡ് ഹിസ്റ്ററി ഒരു എത്ര വർഷങ്ങൾ 600 വർഷത്തിന്റെ പഴക്കമുണ്ട്. ആ സമയത്ത് അവിടെ നിന്ന് ആൾക്കാർ വന്ന് കുടിയേറി പാർത്താണ് ഇവിടെ. അന്ന് വന്നപ്പോഴത്തേക്ക് ഫുള്ള് ഫോറസ്റ്റ് ആയിരുന്നു. ആ ഫോറസ്റ്റ് ഒക്കെ വെട്ടി നികത്തി എന്നിട്ടാണ് ഈ ടെറസ് ഫാമിംഗ് പോലെ തട്ടായിട്ട് അന്നത്തെ ആൾക്കാർ വന്ന് ചെയ്താണ് ഇതെല്ലാം. അന്ന് ഹണ്ടിങ്, ഗാദറിങ് അതൊക്കെ ആയിരുന്നു. പിന്നെയാണ് അവര് സെറ്റിൽമെന്റ് ചെയ്ത് പിന്നെ നെല്ല് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. അത് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുന്നേ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ വട്ടവടയ്ക്ക് വട്ടവട എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം പറഞ്ഞായിരുന്നു. അതാണ് പറയുന്നത്. അന്ന് ഇങ്ങനെ
വന്ന് താമസിക്കുമ്പോൾ ഹണ്ടിങ് ഗാദറിങ് കഴിഞ്ഞ് സെറ്റിൽമെന്റ് വരുമല്ലോ, അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് സെറ്റിൽമെന്റ് വരും. ആ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞത് കുറച്ച് വീടുകൾ ഉണ്ടായിരുന്നല്ലോ അന്ന്. അവരൊരു നാട്ടുകൂട്ടം പോലെ ഒരുമിച്ച് ഇന്ന് വട്ടത്തിലൊക്കെ വീട് ഒരു ചെറുതായിട്ട് കുടിലൊക്കെ പണിത് സെൻട്രൽ നാട്ടുകൂട്ടൊക്കെ പണിത് ഒരു നാട്ടുകൂട്ടം വട്ടത്തിലുള്ള ഒരു കോളനി, ഒരു ക്ലസ്റ്റർ ഫോം ചെയ്തപ്പോ അങ്ങനെയാണ് ആ വട്ടവട എന്ന് പേര് വരുന്നത്. പിന്നെയാണ് അത് കുറച്ച് ആളുകളൊക്കെ കൂടുതൽ വന്ന് പിന്നെ കുടിയേറി തമിഴ്നാട്ടിൽ കുറച്ച് പേര് അങ്ങനെ വന്ന് വേറൊരു സ്ഥലം സെറ്റിൽമെന്റ് ചെയ്ത് കോവിലൂര്. അവിടെ ഒരുപാട് അമ്പലങ്ങൾ പണിതിട്ട് അതിന്റെ ചുറ്റിപ്പെട്ട് കുറെ വീടുകൾ, അങ്ങനെയാണ് അത് കോവിലൂർ എന്ന് അറിയത്. അങ്ങനെയാണ് ഈ വട്ടവട പഞ്ചായത്ത് ഇങ്ങനെ മൊത്തത്തിൽ അറിയപ്പെടുന്നത്. അപ്പൊ വട്ടവട എന്ന് പറഞ്ഞാൽ വട്ടത്തിലൊക്കെ വീട് വെച്ച് എല്ലാവരും കഴിഞ്ഞിരുന്നത് വട്ടവട. കോവിലൂർ എന്ന് പറഞ്ഞപ്പോ അവര് വന്നിട്ട് ഒരുപാട് കോവിലുകൾ അവിടെ പണിത്, അതുകൊണ്ട് കോവിലിന്റെ ഊര്. അപ്പൊ നേരത്തെ ഒരു 6 ഗ്രാമം ഉണ്ടെന്ന് പറഞ്ഞു, അതിലൊരു 3 ഗ്രാമം ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ 3 ഗ്രാമങ്ങളാണ് നമ്മുടെ ഈ താഴ്വാരത്ത് കാണുന്നത്. പിന്നെ വേറെ ഒരു നമ്മുടെ ഈ കൊടൈ മലകളുടെ അങ്ങേപ്പുറം തമിഴ്നാട്ടിലെ ക്ലാവര എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് അല്ലേ? അത് നമ്മുടെ കൊടൈക്കനാലിന്റെ ഭാഗമായിട്ടുള്ള ഗ്രാമങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഗ്രാമമാണ് ക്ലാവര. ഈ തമിഴ്നാട് ബോർഡർ, കേരളത്തിന് തമിഴ്നാട് ബോർഡർ. അപ്പോൾ എനിക്ക് അറിയേണ്ടത് ഇവിടെ നിന്നൊരു കാട്ടുപാത ക്ലാവരയിലേക്ക് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു എത്ര കിലോമീറ്റർ നടന്നാലാണ് നമുക്ക് ഈ ക്ലാവര എത്താൻ കഴിയുന്നത് കാട്ടിലൂടെ? ഒരു 8 കിലോമീറ്റർ, ഓൾമോസ്റ്റ് ഒരു 8 കിലോമീറ്റർ നടന്നാൽ ക്ലാവറ എന്ന വില്ലേജ് എത്താം. ഓ അത് ശരി. അതിലെ ജീപ്പിലൊക്കെ പോകാൻ പറ്റുമോ? നേരത്തെ ഉണ്ടായിരുന്നു ഈ കടവരി വഴി ജീപ്പ്, അത് ക്ലോസ് ചെയ്ത് ഫോറസ്റ്റ് അത് ക്ലോസ് ചെയ്ത് ഇപ്പോൾ കേരള ഫോറസ്റ്റ് ആണ് ക്ലോസ് ചെയ്തത്? കേരള ഫോറസ്റ്റ് അവർ ക്ലോസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നടന്നു വേണം പോകാൻ. ലോക്കൽസ് അതുവഴിയാണ് പോയി വരുന്നത്. ആ ക്ലാവരയുള്ള ആൾക്കാർക്കൊക്കെ മൂന്നാറിലെത്താനായിട്ട് ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന പഴത്തോട്ടം വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകളെ സംബന്ധിച്ച് നമുക്ക് അരുള് കുറേ പറഞ്ഞു തന്നു. ഇനി നമ്മൾ ഇവിടെ അടുത്തൊരു ചായക്കടയുണ്ട്, അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് എനർജിയൊക്കെ ആക്കിയിട്ട് ഇവിടെ അടുത്ത് കുറേ കൃഷിയിടങ്ങളുണ്ട്. ഈ കൃഷിയിടങ്ങളൊക്കെ പോയി നമുക്കൊന്ന് കണ്ട് അവിടുത്തെ കൃഷി രീതികൾ എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മെല്ലെ ഈ കുന്നിറങ്ങി താഴോട്ട് പോകാം. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതാ പിന്നെയും തിരിച്ചു വന്ന് ജീപ്പിലേക്ക് കയറി. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു അല്ലേ? നൂഡിൽസ് കഴിച്ചു, അതോടൊപ്പം തന്നെ ചായ കുടിച്ചു. ഇവിടുത്തെ ഒരു കടയേ ഉള്ളൂ ബ്രോ, ഇവിടെ ഒറ്റ കടയേ ഉള്ളൂ അല്ലേ? ഓ, അതുകൊണ്ടാണ് നല്ല തിരക്കുണ്ട്. ഒരുപാട് ആൾക്കാർ വന്ന് നൂഡിൽസും പിന്നെ ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഞായറാഴ്ച കഞ്ഞിയുണ്ട് ഇവിടെ. ആഹാ, കൊള്ളാലോ. ഈ മലയുടെ മുകളിൽ ഇരുന്ന് കഞ്ഞി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആയിരിക്കും. താഴ്വാരത്തേക്ക് നോക്കി അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. കടയ്ക്കകത്ത് ഇരുന്ന് കഴിക്കാം, പുറത്തിരുന്ന് വേണമെങ്കിൽ കഴിക്കാം, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നൂഡിൽസും ചായ കൂടിയൊക്കെ കഴിഞ്ഞ് രണ്ട് സുഹൃത്തുക്കളെയും പരിചയപ്പെട്ടു. രണ്ടുപേരെ പരിചയപ്പെട്ടു. അവരൊക്കെയായിട്ട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് വട്ടവടയെ കുറിച്ചൊക്കെ ഒരു ബോധവൽക്കരണം, ടൂറിസം മേഖലയെ കുറിച്ചൊക്കെ കുറച്ച് ചർച്ചയൊക്കെ ചെയ്തു. യാത്രയിൽ ഇതൊക്കെ രസമാണ്, ആൾക്കാരെ പരിചയപ്പെടുകയും ആൾക്കാരെ പരിചയപ്പെടുന്ന യാത്രയിലൊരു സ്ഥിരം സംഭവമാണ്. അതാണ് അതൊരു നമുക്ക് ഒരുപാട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതാണ് അവരും യാത്ര ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ കാണുമല്ലോ നമ്മളെ പോലെ. അപ്പൊ അങ്ങനെ അവരിൽ നിന്നും കുറെ അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നത് പച്ചക്കറി വെജിറ്റബിൾ തോട്ടത്തിലേക്ക്. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. ഇനി നടത്തണം അങ്ങോട്ട് ജീപ്പ് കൃഷിയിടങ്ങളിലേക്ക്. പിന്നെ നേരെ കൃഷി സ്ഥലങ്ങളിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ജീപ്പ് ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് നടക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കൃഷിത്തോട്ടങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്കൊക്കെ പോയി അവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ എന്തായിരിക്കും മെയിനായിട്ടും കൃഷി ചെയ്യുക? ഇപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്. ഓഹോ, ഇതൊക്കെ ക്യാബേജാണ്. ക്യാബേജിൻ്റെ തോട്ടത്തിലേക്ക് നമ്മൾ നടന്നെത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാം നെറ്റൊക്കെ കെട്ടിയവർ കെട്ടി തിരിച്ചേക്കാണ്. പന്നിശല്യം ഉണ്ടോ? പന്നിശല്യം ഉണ്ടാവും. ഓ ശരി. പന്നിശല്യം ഉള്ളതുകൊണ്ടാവണം ഇതുപോലെ നെറ്റൊക്കെ കെട്ടി ക്ലിയർ ചെയ്ത് വെച്ചേക്കുന്നത്. എന്തായാലും പുറത്തുനിന്നുള്ള ഒരാൾ വന്ന് ഇത് പറിച്ചുകൊണ്ട് പോകില്ല. എല്ലായിടത്തും കൃഷിയുള്ളതുകൊണ്ട് പിന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാരും എല്ലാം വന്ന് നശിപ്പിച്ചാൽ ഉള്ളതെങ്കിലും ഉള്ളൂ. ബീട്രൂട്ട് ഉണ്ട്. ബീട്രൂട്ട് ഉണ്ട്, ബീൻസ് ഉണ്ട്. ഒരു ടവറും ഉണ്ട് കൂട്ടത്തിൽ. ഇതാണ് ജിയോയുടെ 5G ടവർ. ഓ 5G ആണല്ലേ ഇവിടെ? ജിയോയ്ക്ക് ഇവിടെ നെറ്റ്വർക്ക് ഉണ്ട് കേട്ടോ. ജിയോയും BSNL ഉണ്ട്. മറ്റേ ഐഡിയ VI ഉണ്ടോ? അതൊന്നുമില്ല. എയർടെല്ലും VI ഒന്നുമില്ല. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലത് ജിയോ അല്ലെങ്കിൽ BSNL. ജിയോ ആകുമ്പം നമുക്ക് 5G വരെ കിട്ടുന്നതാണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് കിട്ടും. പുള്ളി യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ തോട്ടത്തിൻ്റെ
അടുത്തേക്ക് നടന്നെത്തിയിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങും അതോടൊപ്പം തന്നെ മറ്റ് പച്ചക്കറികളൊക്കെ നട്ട സ്ഥലത്തേക്ക്. ഇവിടെ ഒന്നും പണിക്കാരെ ആരും കാണുന്നില്ലല്ലോ. ഉച്ച സമയം ഊണ് കഴിക്കാൻ പോയോ? എല്ലാവരും പറമ്പിലുണ്ടാവില്ല, കാരണം ഇപ്പോൾ വിളവെടുക്കാൻ ടൈമോ അല്ലെങ്കിൽ എന്തെങ്കിലും കള എടുക്കാൻ ടൈമോ അങ്ങനെ ഉണ്ടാവില്ല. ബാക്കി വേറെ എന്തെങ്കിലും പണിക്ക് വെക്കാണ്. ഓ ശരി 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 ശരി. ആ നായ്ക്കളും ഉണ്ട്, പേടിക്കണ്ട. എൻ്റെ പൊന്നെ, താഴേക്ക് നടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്തൊരു കാഴ്ച. ഓ, കണ്ണുകൾക്കും മനസ്സിനും കുളിർമയേകുന്ന എന്നൊക്കെ വേണമെങ്കിൽ എടുത്തു പറയാം. അത്രയും നല്ല ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇപ്പം ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ക്യാരറ്റും അതോടൊപ്പം തന്നെ പയറും ബീൻസും പിന്നെ ക്യാബേജൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, അതൊക്കെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. കൃഷിയേക്കാളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു സ്ഥലം. എൻ്റെ പൊന്നെ, നിങ്ങൾ നോക്കിയേ എത്ര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ടെന്ന്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വീടുണ്ട്. ആ വീടും ഈ മലയുടെ താഴ്വാരത്തിൽ ഈ പച്ചക്കറി തോട്ടത്തിൽ നിൽക്കുമ്പോൾ കാണാനായിട്ടൊരു പ്രത്യേക ഫീലാണ്. ഇപ്പോഴൊരു നല്ലൊരു ലൈറ്റും കൂടിയാണ്. അപ്പോൾ ആ മലഞ്ചെരുവിലെ വീടുകളും ആ സൂര്യനടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മലയുടെ ഭംഗിയും ഈ പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലവും പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ ആ വീടും ഒരു രക്ഷയില്ലാത്തൊരു ഫ്രെയിം. ഇന്ന് കുറേ ഫോട്ടോസ് എടുത്ത് സെറ്റാക്കണം. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. എന്തായാലും നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്ത് വന്നേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സ്ഥലങ്ങളൊക്കെ വന്ന് കാണാനും ഇതിലൂടെയൊക്കെ നടക്കാനായിട്ട് സാധിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെയൊക്കെ താമസിക്കുന്നുണ്ട്. അപ്പം ധൈര്യമായിട്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. അതല്ല എങ്കിൽ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് വേണം പോകാനായിട്ട്. അതായത് ആരോടെങ്കിലും ചോദിക്കണം, നമുക്ക് ഇങ്ങോട്ടൊക്കെ നടന്നോട്ടെ, കാരണം അവരുടെ പച്ചക്കറി തോട്ടങ്ങളല്ലേ. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിയുമ്പോഴത്തേനും എന്തായാലും ചോദിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. ആരും കടത്തി വിടാതെ ഒന്നും ഇരിക്കില്ല, കാരണം നടന്നു പോയി കാണുന്നതിനൊന്നും ആരും ഒന്നും പറയല്ല. എന്നാലും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ചോദിച്ചാൽ നല്ലതാണ്. അതല്ലെങ്കിൽ നമ്മുടെ കൂടെ ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ കൂടെ അങ്ങ് പതുക്കെ അങ്ങ് പോയാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കൃഷി ചെയ്തൊക്കെ ഒന്ന് പോയി കാണാം. ഈ ഒരു സ്ഥലവും കാണാം. സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ. അതെനിക്ക് പറഞ്ഞിട്ടും വാക്കുകൾ അങ്ങ് തീരുന്നില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കൃഷി സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു അല്ലേ? അതെ അതെ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഈ സൈഡ് റൈറ്റ് സൈഡിലുള്ള ഉരുളക്കിഴങ്ങ്, ഇത് ഫുള്ള് ഉരുളക്കിഴങ്ങ്. ഇത് ക്യാരറ്റ്, ഇതെല്ലാം ക്യാരറ്റ്. അത് ക്യാരറ്റ്. മേളിൽ ക്യാബേജ്. ക്യാബേജ്. റൈറ്റ് സൈഡ് ബീൻസ്. ബീൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്തേക്കുന്നത് അല്ലേ? പിന്നെ മേളിൽ ബീട്രൂട്ട് ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത സ്ഥലമല്ലോ അല്ലേ? പെട്ടെന്ന് കണ്ണുകൾക്കൊക്കെ ഒരു കുളിർമ. മുകളിൽ നിന്ന് കണ്ടതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു താഴേക്ക് വന്നപ്പോഴത്തേനും. ഇത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണ്. എല്ലാ മണ്ണും സൂപ്പർ. അതല്ലേ? നല്ല കറുത്ത വളക്കൂറുള്ള മണ്ണാണ്. എന്നിട്ടാലും നന്നായിട്ട് ഈൽഡ് തരുമെന്നാണ് പറയുന്നത്. വീട് നമ്മുടെ താമസിച്ച വീടല്ലേ? ശരി. ഇവിടെ നോക്കി കഴിയുമ്പോൾ നമ്മുടെ വീടൊക്കെ കാണാൻ പറ്റും, നമ്മൾ താമസിച്ച വീടൊക്കെ. ശരിയാ. അപ്പോൾ എന്തായാലും ആ സ്ഥലത്തെ പച്ചക്കറി തോട്ടങ്ങളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് നടക്കുകയാണ്. നമ്മൾ ജീപ്പ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഒരു ചെറിയ ഇറക്കിറങ്ങിയാണ് പോയത്. തിരിച്ചു കയറിയപ്പോഴത്തേനും ചെറിയൊരു കതപ്പ്. നമ്മൾ സ്ഥിരം നടക്കുന്നതാണ്, എന്നാലും പെട്ടെന്നേ, കാരണം വെച്ചാൽ ഇവിടെ ഓൾട്ടിറ്റ്യൂഡ് വ്യത്യാസമുണ്ടല്ലോ, അപ്പോൾ കുറച്ച് ബ്രീത്തിങ് വിഷയം വരും. അപ്പോൾ അതാണ് ഒരു ചെറിയൊരു കിതപ്പ് വന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം. അങ്ങനെ കുന്നിറങ്ങി നമ്മൾ ഓരോരോ കാഴ്ചകളായിട്ട് കണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് അരുളിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അരുളേ? ഇത് ചെലന്തിയാർ വാട്ടർഫോൾസ്. ചെറിയ വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് കാണാം, ഫോൾസ് താഴെയാണ്. പിന്നെ ഒരു ചെറിയ അരുവ് പോലെയാണ്. അവിടെ ഫാമിലീസിനൊക്കെ സ്പെൻഡ് ചെയ്ത് കുളിക്കാനും ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുടിവെള്ള സ്രോതസ് ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ പോയി താഴെ കണ്ട് ഇറക്കി വരാം. അപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് കുളിക്കാനുള്ള സൗകര്യം ഉണ്ട്. സ്പേസ് ഉണ്ട്. 100 പേര് വന്നാലും സ്പേസ് ഉണ്ട്. ധാരാളം യാത്രികർ വരുന്ന സ്ഥലമാണ്. അതെ. അപ്പോൾ ഒരു വാട്ടർഫാൾസും ഒരു ചെറിയൊരു അരുവിയും കുളിക്കാനുള്ള ഇടമൊക്കെ ഉണ്ടെന്നാണ് അരുൾ പറയുന്നത്. ഒരുപാട് യാത്രികർ വരുന്ന ഒരിടം കൂടിയാണിത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് കണ്ടിട്ട് മടങ്ങാം. എന്തായാലും പോകുന്ന വഴിയൊക്കെ അരുളെ ഒരു രക്ഷയില്ലല്ലോ. ഏലത്തോട്ടമാണിത്. ഏലത്തോട്ടത്തിന്റെ നടുവിലൂടെയാണ്. കാപ്പിയുണ്ട്. അതിൻ്റെയൊക്കെ നടുവിലൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. ചെറിയ വഴിയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇറങ്ങി താഴേക്ക് പോകാനായിട്ട്. നടന്നിറങ്ങുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. കുറച്ച് കുത്തനെയുള്ള ഒരു വഴിയാണ്, അതോടൊപ്പം തന്നെ ചെറിയ വഴിയാണ്. അപ്പം അതുള്ള ആദ്യം നടന്നു. അപ്പോൾ എന്തായാലും സൂക്ഷിച്ച് ഇറങ്ങി വരണം, അല്ലെങ്കിൽ തെന്നി ഉരുണ്ട് പോയിട്ട് നമ്മൾ വെള്ളച്ചാട്ടം കാണേണ്ടി വരും. വേറെ പ്രശ്നമൊന്നുമില്ല. എൻ്റെ പൊന്നെ, കൊള്ളാം കേട്ടോ. മഴ നല്ല രീതിയിൽ തൂളി തുടങ്ങിയിട്ടുണ്ട്. മരങ്ങളുടെ ഇടയിലായതുകൊണ്ട് നമുക്ക് അത്ര അറിയുന്നില്ല എന്നുള്ളൂ. പിന്നെ ഒരു കുടയുണ്ട്, അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് താഴെ പോയി ആ വെള്ളച്ചാട്ടം കണ്ടിട്ട് തിരിച്ചു പോകാനായിട്ട്. അപ്പം ഇനി പതുക്കെ താഴേക്ക് നടക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം.
നമ്മൾ ആദ്യമേ കണ്ട വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം ഇത് പരന്നാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഒഴുകുന്നത്. മുന്നേ നമ്മളോട് അരുൾ സൂചിപ്പിച്ചിരുന്നു, ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ എത്ര പേർക്ക് വേണമെങ്കിലും വന്ന് കുളിക്കാൻ സാധിക്കുന്നതാണ്. അതിന് കാരണം തന്നെ ഈ ഒരു വെള്ളച്ചാട്ടം പരന്നൊഴുകുന്നതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഈ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് ഒരു തെളിനീര് ഉറവ കാണാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് ഒരു PVC പൈപ്പ് വഴി വെള്ളം കടത്തിവിടുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിച്ച ആൾക്കാർക്ക് അവിടെ വന്ന് ഒന്നും കൂടെ നല്ല രീതിയിൽ ദേഹം കഴുകി വൃത്തിയാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അത്യാവശ്യം കുടിക്കാനായിട്ട് ഈ ഒരു വെള്ളം ഉപയോഗിക്കാറുണ്ടെന്നാണ് നമ്മോട് അരുൾ ബ്രോ പറഞ്ഞത്. ഇപ്പോൾ വെള്ളച്ചാട്ടം നിലവിൽ കലങ്ങിയിട്ടാണ് വരുന്നത്. കലങ്ങി വരാനുള്ള കാരണം പ്രധാനമായിട്ടും മഴ തന്നെയാണ്. മഴ കാരണമാണ് ഈ ഒരു വെള്ളം ഇപ്പോൾ കലങ്ങി ഒഴുകുന്നത്. എന്തായാലും വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം തന്നെയാണിത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇതിനോട് ചേർന്ന് കുറച്ച് മുന്നോട്ട് നടന്നു കഴിയുമ്പോഴത്തേനും വളരെ കുത്തനെ പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല, കാരണം അത്യാവശ്യം വലിയ ആഴത്തിൽ പതിക്കുന്ന വെള്ളച്ചാട്ടമാണ്. അവിടെ ഒരു കാരണവശാലും പോയിട്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കരുത്. അപകടങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്തായാലും നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ മനോഹരമായ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വരുന്ന സമയത്ത് സൂക്ഷിച്ചു വരിക. ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ തദ്ദേശികളായ ആൾക്കാരോട് ചോദിച്ചിട്ട് എവിടെ ഇറങ്ങാൻ പറ്റും എന്നൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രം വെള്ളത്തിലിറങ്ങുക. അതോടൊപ്പം തന്നെ മഴക്കാല സമയങ്ങളിൽ പരമാവധി വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങാതിരിക്കാനും സൂക്ഷിക്കുക, കാരണം അപകടങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ചു നടക്കാം. ഇതെന്താണ്? മരത്തക്കാളി. മരത്തക്കാളി മധുരമുള്ളതാണ് അതിന്. ഇതിനൊരു ചെറിയൊരു പുളിയും വരും. ഇത് പ്രഷറിനൊക്കെ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. ആണോ? മരത്തക്കാളി ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. ഇതൊരു ഇവിടുത്തെ ഇൻഡിജിനസ് വെറൈറ്റി ആണല്ലേ? ഇവിടെ മാത്രമേ ഉള്ളൂ മരത്തക്കാളി. മരത്തക്കാളി നീ കഴിച്ചിട്ടുണ്ടോ? ഓ, ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ടാണോ? ഇങ്ങോട്ട് വരുമ്പോൾ ഈ മൂന്നാർ ഭാഗത്തുണ്ടല്ലോ ഈ സാധനം അല്ലേ? മരത്തക്കാളി. പാഷൻ ഫ്രൂട്ട് എന്ത് വില ഉണ്ട്? 150. ഇത് നമ്മുടെ ഇതല്ലേ സീതപ്പഴം. സീതപ്പഴം. അതൊരു 1 കിലോ പാഷൻ ഫ്രൂട്ട് എത്രയാ പാഷൻ ഫ്രൂട്ട്? എത്ര വില? 150. 150. 80. 50. അപ്പോൾ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മൂന്നാറിലെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേക രുചിയാണ്. നമ്മളൊരു പക്ഷേ നാട്ടിൽ പാഷൻ ഫ്രൂട്ട് വാങ്ങിച്ചാൽ ഇത്രയും രുചി കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് 1 കിലോ പാഷൻ ഫ്രൂട്ടൊക്കെ നമ്മൾ വാങ്ങി. അതിന് 1 കിലോയ്ക്ക് ഇവിടെ വാങ്ങിച്ച വില 150 രൂപയാണ്. അപ്പോൾ അങ്ങനെ പാഷൻ ഫ്രൂട്ടൊക്കെ പൊളിച്ച് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം നമ്മുടെ പുറകിൽ അതിമനോഹരമായ കാഴ്ചകളാണുള്ളത്. മലനിരകളും കോടമഞ്ഞും ഒക്കെ ചേർന്ന ഹൃദ്യമായൊരു കാഴ്ചയാണ് നമ്മുടെ പുറകിൽ കാണാനാകുന്നത്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ വട്ടവടയുടെ ഒരു പ്രത്യേകതയായിട്ടുള്ള ടെറസ് ഫീൽഡ്സ് കാണാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ മലഞ്ചെരുവിൽ നമുക്കൊരു ഗ്രാമവും കാണാൻ സാധിക്കും. അപ്പോൾ അരുൾ, ഈ ഗ്രാമം ഏതാണ് ഗ്രാമം? അത് കൊട്ടാക്കമ്പൂര്. കൊട്ടാക്കമ്പൂർ എന്നൊരു ഗ്രാമമാണെന്നാണ് അരുൾ പറയുന്നത്. ഈ നമ്മുടെ മലയാള സിനിമ നായാട്ടൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ അവിടെയാണ്. ആ വില്ലേജും ആ പരിസരമാണ്. അപ്പോൾ ഈ കൊട്ടാക്കമ്പൂർ എന്ന് പറഞ്ഞാൽ കുറേ മലയാള സിനിമകളുടെ ഒരു ലൊക്കേഷനാണ്. പ്രത്യേകിച്ച് നായാട്ട് എന്നൊരു മലയാള സിനിമയും ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ കൊട്ടാക്കമ്പൂർ കേരള അങ്ങോളം ഇങ്ങോളം അറിയാൻ ഉണ്ടായ ഒരു കാരണം എന്ന് വെച്ചാൽ മഹാരാജാസ് കോളേജിൽ അഭിമന്യു എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി മരിക്കാനിടയായല്ലോ. ആ വാർത്തയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൊട്ടാക്കമ്പൂർ കേരളം അങ്ങോളം ഇങ്ങോളം അറിയപ്പെട്ട ഒരു ഗ്രാമം കൂടിയാണ്. അപ്പോഴെന്തായാലും പാഷൻ ഫ്രൂട്ടൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വന്ന് വട്ടവട ടൗണിലൂടെയൊക്കെയാണ് പോകുന്നത്. വളരെ മനോഹരമായ റോഡെന്ന് വേണം എടുത്തു പറയാനായിട്ട്. ഈ അടുത്തിടയ്ക്ക് ഇത്രയും മോശം വഴിയിലൂടെ യാത്ര ചെയ്തിട്ടില്ല.
പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ഞാൻ ആലോചിക്കുന്നത് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണോ ആ റൂട്ടിലൂടെയൊക്കെ കടന്നു പോകുന്നത്. ഇനിയിപ്പോൾ എന്നാണ് ഇതൊക്കെ ടാർ ചെയ്യുന്നത്? എന്താണ് ഇതിപ്പം ടാർ ചെയ്യാതെ ഇങ്ങനെ കിടക്കുന്നത് ഈ ഒരു ടൗണൊക്കെ ഇങ്ങനെ? ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അതല്ലേ, നമുക്ക് ഏത് റീസൺ എടുക്കേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഇത് ഇത്ര ആൾക്കാരൊക്കെ വരുന്നതല്ലേ, അപ്പോൾ എന്തായാലും ആ റോഡ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാർക്കും പിന്നെ പുറത്തുനിന്ന് നമ്മളെപ്പോലെയൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ഉചിതമാകുന്നതായിരുന്നു. എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ എന്തായാലും അടുത്ത ബഡ്ജറ്റിലൊക്കെ ഈ പറഞ്ഞ രീതിയിൽ റോഡ് ടാർ ചെയ്യും അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യും എന്നൊക്കെ വിശ്വസിക്കാം. അതൊക്കെ ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി നമ്മുടെ സ്വന്തം വാഹനത്തിൽ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഇന്ന് പോയ സ്ഥലങ്ങളൊക്കെ ജീപ്പ് മാത്രമേ പോവുകയുള്ളൂ. പോരുന്ന വഴിയിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ കണ്ടിരുന്നു. അപ്പം പല സ്ഥലങ്ങളിലൊക്കെ ഹോം സ്റ്റേയിലൊക്കെ താമസിക്കാൻ വന്ന ആൾക്കാർ പറയുന്നത് ചേട്ടാ കാറൊന്നും പോകുകയല്ല, പിന്നീട് ഇവിടെ വന്നിട്ട് മറ്റേ ടാക്സിയൊക്കെ വിളിച്ചിട്ട് വേണം ഹോം സ്റ്റേയിലൊക്കെ പോകാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഈ പറഞ്ഞ രീതിയിൽ നല്ല ടാറിങ്ങൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് അത് ഉപകാരമാകും. എന്തായാലും ആ വട്ടവട ടൗണിലൂടെയൊക്കെ കുറേ ദൂരം മുന്നോട്ട് വന്ന് നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിന് ഏകദേശം അടുത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കൃഷി ചെയ്തിരിക്കുന്നത് കാണാം. അതിനകത്ത് പ്രധാനമായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നത് സ്ട്രോബെറിയാണ്. പിന്നീട് ബട്ടർ ബീൻസ്, ക്യാരറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, പിന്നെ ബീറ്റ്റൂട്ട് ഉണ്ടാവും, വെളുത്തുള്ളി ഉണ്ടാവും അല്ലേ? ഇങ്ങനെ എല്ലാ വെജിറ്റബിൾസും മിക്സ്ഡാണ് ഈ ഒരു സ്ഥലത്ത്. നമ്മളിപ്പം മലയുടെ മുകളിൽ പോയി അവിടെ ഈ പറഞ്ഞ രീതിയിൽ തട്ടുതട്ടായിട്ടുള്ള കൃഷി രീതികളൊക്കെ കണ്ടു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഫ്ലാറ്റ് ആയിട്ടാണ് ഇവിടെ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വട്ടവട എന്ന് പറയുന്നത് ഒരു മലയുടെ താഴ്വാരത്തായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഇവിടുത്തെ കൃഷിയെല്ലാം ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ 2-3 ചേച്ചിമാർ ഈ പറഞ്ഞ രീതിയിൽ സ്ട്രോബെറിയുടെ തൈ പുതിയതായിട്ട് വെക്കുന്നുണ്ട്. ഒരു ചേട്ടന് ഈ പറഞ്ഞ രീതിയിൽ തൈ എല്ലാം കൊണ്ട് ആ ചേച്ചിമാർക്കൊക്കെ കൊടുക്കുന്നുണ്ട് തൈ വെക്കാനായിട്ട്. അപ്പോൾ പുതിയതായിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ്, എന്തിനാണ് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് വെക്കാൻ? ഫ്രൂട്ട് ചീത്തയാവാതിരിക്കാൻ വേണ്ടി, മണ്ണി തട്ടെ പെട്ടെന്ന് ഡീക്കേ ആവും. പിന്നെ കള വീഡ്സ് സൈഡിൽ കൂടി വളർന്നു കള വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ഉപയോഗിക്കുന്നത്. ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രൂട്ട് മണ്ണി തട്ടെ പെട്ടെന്ന് ഡീക്കേ ആവും. ശരി. അപ്പോൾ അത് ഇതിപ്പം അവസാനം വരെ ഇതുണ്ടാവും. അതിന്റെ അടുത്ത സീസൺ വരെ ഉണ്ടാവും. റീപ്ലാന്റ് ചെയ്യുന്നവരെ ഈ പ്ലാസ്റ്റിക് എന്തായാലും എൻ്റെ മുകളിൽ കാണും അല്ലേ? ഓക്കെ. ഞാനിങ്ങനെ കുറേ കാലമായിട്ട് ചിന്തിക്കും എന്തിനാണ് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ വിരിക്കുന്നത്. കാരണം മറ്റ് വെജിറ്റബിൾസിനൊന്നും ഇതുപോലെ ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടു. നമ്മളിനി തിരിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ വീഴുണ്ട. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഇന്നത്തെ ഏകദേശം അവസാനിച്ചെന്ന് പറയാം. ജീപ്പ് വരുന്ന സ്ഥലം വരെ നമുക്കിനി താമസിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോകാം. ഇവിടെ കുറച്ച് കുട്ടികൾ ചെറിയ വിക്രികൾ കാണിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഒരുപാട് നാളായിട്ട് മിസ് ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ കാണാൻ പോവുകയാണ്. അതാണ് സാധാരണ നമ്മുടെ നഗരപ്രദേശങ്ങളിലെ കുട്ടികളൊക്കെ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് മൊബൈൽ ഗെയിമും മറ്റുമൊക്കെയാണല്ലോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വ്യത്യസ്തമായ ഒരു കാഴ്ച. നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന നമ്മൾ ഒരുപാട് കളിച്ചിട്ടുള്ളതും ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കാഴ്ച കാണാനിടയായി. അപ്പോൾ അത് ആ കാഴ്ച നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ താമസ സ്ഥലത്തെത്തി. മഡ് ഹൗസിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് വട്ടവടയിലൂടെയൊക്കെ കറങ്ങി ഒരുപാട് കാഴ്ചകളും ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മൾ ഈ ഒരു താമസ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അരുൾ ബ്രോയാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് നമുക്ക് തന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് താങ്ക് യു പറയുന്നതിൽ അർത്ഥമില്ല. സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താങ്ക്സിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു ഭംഗിക്ക് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഇന്ന് വട്ടവടയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മൾ തുടർന്നുള്ള യാത്രകൾ നാളെ ഒരു സ്ഥലത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഓക്കെ ആവുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് പോകുന്നതാണ്. കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് വേണമല്ലോ പോകാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയാത്തത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറെ വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും ബൈ.